ഹലോ ഫ്രണ്ട്സ്, എമൻ ക്രിയേഷൻസിൻ്റെ മറ്റൊരു വ്യത്യസ്തമായ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വെർമിസെല്ലി പായസം, അതായത് സേമിയ പായസം എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. പക്ഷേ ഇന്നിവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സേമിയയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഇന്നിവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സേമിയ തായ് റൈസ് വെർമിസെല്ലി എന്ന് പറയുന്ന ഒരു വെർമിസെല്ലി ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു വെർമിസെല്ലിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതിനേക്കാളും വളരെ തിന്നായിട്ടുള്ള വെർമിസെല്ലിയാണ്. ഇത് നിങ്ങൾക്ക് സാധാരണ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ കിട്ടും, അവൈലബിളാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പായസം എങ്ങനെ തയ്യാറാക്കുന്നത് എന്നുള്ള വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു പാക്കറ്റ് 200 ഗ്രാംസിൻ്റെ പാക്കറ്റാണ്. ഇതിൽ നിന്ന് ഞാനൊരു പകുതി എടുത്താണ് ഇപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ചെറുതായിട്ട് വറുത്ത് ഒന്ന് എടുക്കണം. അത് ഗീയിലിട്ടിട്ട് വറുത്തെടുക്കണം ആദ്യം തന്നെ. അപ്പോൾ ഇത് പൊടിക്കത് എടുക്കുമ്പോൾ എന്താ നിങ്ങൾക്ക് കാണാം, ഇത് ഭയങ്കര എന്താ പറയുക, ഒരു നല്ല ഹാർഡാണ്, ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് പോലത്തെ ഒരു സംഭവമാണിത്. ഭയങ്കര, പക്ഷേ അങ്ങനെയല്ല, അത് വളരെ തിന്നായിട്ടും വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു പായസമാണ്. സാധാരണ സേമിയ പായസത്തിനേക്കാളും നല്ലൊരു ടേസ്റ്റി പായസമാണ്. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്യുക, വീഡിയോ കാണുന്നവരൊക്കെ ട്രൈ ചെയ്യുക. ഇതൊന്ന് ചെറുതായിട്ട് പൊടിച്ചെടുക്കണം ആദ്യം തന്നെ. അപ്പോൾ ഇതേ രീതിയിൽ നന്നായിട്ടൊന്ന് പൊടിച്ച് എടുക്കുക എല്ലാ വെർമിസെല്ലിയും. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ഒന്ന് ഗീയിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഗീ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാ ഇതും നല്ല രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മാക്സിമം ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് റോസ്റ്റ് ചെയ്തെടുക്കുക. കണ്ടില്ല? അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ലൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കിത് ഫ്ലെയിമിൽ നിന്ന് മാറ്റിയെടുത്ത് വെക്കാം. ഈ ഒരു നല്ല രീതിയിൽ റോസ്റ്റ് ഈ ഒരു ടൈപ്പായി വരുമ്പോൾ നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ ഒരു സംഭവം മാറ്റി വെക്കാം. അതിന് ശേഷം നമുക്ക് കപ്പലണ്ടിയും അതുപോലെ ഉണക്കമുന്തിരി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പായസത്തിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള കപ്പലണ്ടി, ഉണക്കമുന്തിരി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിൽ നെയ്യ് തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഗീ ആഡ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ആദ്യം ഒന്ന് കപ്പലണ്ടി ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ലൊരു ഗോൾഡൻ കളറാകുമ്പോൾ തന്നെ നമുക്ക് മുന്തിരിയൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ല ഗോൾഡൻ കളറായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് പായസം കുക്ക് ചെയ്യാനായിട്ട് പോകാം. അതിനായിട്ടൊരു പാത്രം വെച്ചതിന് ശേഷം നമുക്കിതിന് ആവശ്യമായിട്ടുള്ള പാല് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം. പാല് ഒഴിച്ചതിന് ശേഷം നമുക്കിതിന് വേണ്ട കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് അതിന് ശേഷം 1 കപ്പ് ഷുഗർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഷുഗർ ആഡ് ചെയ്തതിനോട് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് നല്ല തിളച്ച് വരുന്ന രീതിയിൽ കുറുകി വരുന്ന വരെ നന്നായിട്ട് പാല് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ പാല് നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഈ തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് വെർമിസെല്ലി നമുക്ക് പാലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ കുക്കാവുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. നല്ല രീതിയിൽ തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് കുറച്ച് ഏലക്ക പൊടിച്ചത് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതാ നല്ല രീതിയിൽ പതച്ച് കുറുകി വരുന്നുണ്ട്. പായസം നല്ല രീതിയിൽ കുറുകണം, എന്നാലേ നമുക്ക് പായസത്തിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ മാക്സിമം നല്ല രീതിയിൽ കുറുക്കി, എന്നാൽ വല്ലാതെ കുഴമ്പ് രൂപത്തിലല്ലാത്തൊരു രീതിയിൽ വേണം നമ്മളിത് പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട്.
അപ്പോൾ ഇവിടെ നമ്മുടെ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കിസ്മിസും കാഷ്നട്ടും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുത്ത് നമ്മുടെ പായസത്തിൻ്റെ പ്രിപ്പറേഷൻ പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഇനിയും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ ഇനി ഇടുന്ന വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് എപ്പോഴും നോട്ടിഫിക്കേഷനായി ലഭ്യമാക്കും. ഓക്കെ, അടുത്ത വീഡിയോ കാണും വരെ ബൈ.